വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രവാസ ലോകത്ത് പ്രവാസികൾക്കിടയിൽ ഇന്ന് നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവാസ ലോകത്ത് പ്രവാസികൾ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നുള്ള ധാരാളം പ്രവാസികളുള്ള ഒരു മേഖലയാണ് പ്രവാസ ലോകം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവാസ ലോകത്ത് നിന്നും പ്രവാസികൾക്ക് അവരുടേതായ മണ്ഡലത്തിൽ ആര് വിജയിക്കും, ആർക്കാണ് അവരുടെ പിന്തുണ എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പൊന്നാനി മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ നമുക്കൊക്കെ അറിയാം, ഇലക്ഷൻ വാശിയേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പൊന്നാനി മണ്ഡലം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമദാനി ആണ് മത്സരിക്കുന്ന UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിൻ്റെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇപ്പോൾ LDFൻ്റെ ഭാഗമായ ഹംസ ആണ് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് അവിടെ പൊന്നാനി മണ്ഡലത്തിൽ വിജയിക്കുക എന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. UDFൻ്റെ സ്ഥാനാർത്ഥി സമദാനി തന്നെയായിരിക്കും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. സുന്നി വിഭാഗം, വിഭാഗം സുന്നികളും ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ തുടക്കത്തിൽ തന്നെ മുസ്ലിം ലീഗ് എങ്ങും കാണാത്ത രീതിയിൽ മുസ്ലിം സാമുദായിക സംഘടനകളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സമദാനി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ നേരിൽ പോയി കാണുകയും സുന്നി വിഭാഗത്തിൻ്റെ ഐക്യത്തോട് കൂടിയിട്ട് വലിയ ഒരു മാർജിനിൽ വിജയിക്കണം എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ അദ്ദേഹത്തെ പോയി കണ്ടത്? അല്ല, തീർച്ചയായിട്ടും സാമുദായിക ഐക്യം എന്നുള്ളത് ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമുദായിക പാർട്ടി എന്നുള്ള രീതിയിൽ അത് അത്യന്താപേക്ഷിതമാണ്. മുൻകാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അതില്ലാതെ പോയെങ്കിൽ പോലും ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ മുസ്ലിം സമുദായവും ന്യൂനപക്ഷ സമുദായങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്ത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ സാമുദായിക വോട്ടുകളെയും അല്ലെങ്കിൽ മുഴുവൻ വോട്ടുകളെയും അതർ കമ്മ്യൂണിറ്റി വോട്ടുകളെ പോലും ലീഗ് പൊന്നാനിയിലായാലും മലപ്പുറത്തായാലും ഏകോപിച്ചിട്ടുണ്ട്. ഒരു വൻ മുന്നോട്ടം തന്നെ നടത്തുകയും ചെയ്യും. ഒരു ഫാസിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കില്ലേ ഈ മുസ്ലിം സാമുദായിക സംഘടനകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുക എന്നത് അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും ഫാസിസം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമുദായം എന്ന രീതിയിൽ അവരുടെ ശബ്ദം ഉയർന്നു വരിക തന്നെ വേണം. കാരണം അവരുടെ ശബ്ദമാണ് ഉയരേണ്ടത്. അവർക്ക് വേണ്ടി മറ്റുള്ളവരല്ലല്ലോ സംസാരിക്കേണ്ടത്. എന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാനായിരിക്കണം അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യപ്പെടേണ്ടത്. ആ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാക്സിമം അത് വരികയും മുസ്ലിം പൊളിറ്റിക്സ് പറയുന്ന മുസ്ലിം ലീഗ് വരികയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം വരുന്നത്. ഹംസ എന്ന ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൽ നിന്നാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം മുസ്ലിം ലീഗിന് അതൊരു ബാധ്യതയാകുമോ? തീർച്ചയായിട്ടും ഇല്ല. പൊന്നാനി എന്ന് പറഞ്ഞാൽ LDFനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെ ഒരു ശാലയാണ്. മുൻപ് എത്ര ആൾക്കാരെ പരീക്ഷിച്ചിട്ടുണ്ട്. ഹുസൈൻ അണ്ടത്താണിയെ പരീക്ഷിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ പാർട്ടി തന്നെയാണ്. അവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ പാർട്ടിയാണ്. ആ തരത്തിൽ അവരുടെ വോട്ട് ബേസിനെ അവർ കാലാകാലങ്ങളായിട്ട് ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ശ്രമിക്കാനില്ല. ചില സന്ദർഭങ്ങളിൽ അതിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് വരുന്ന എതിർ ശബ്ദങ്ങളുണ്ട് മുസ്ലിം ലീഗിനെതിരായിട്ടുണ്ട്. അതിനെ പോലും 2009 വൻ കാറ്റ്, LDFൻ്റെ വൻ കാറ്റിനെ പോലും പൊന്നാനി അതിജീവിച്ചതാണ്. ആ സന്ദർഭത്തെ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു മാർജിനിലോട്ട് തന്നെ സമദാനിക്ക് വിജയിക്കാനാണ്. കാരണം സമദാനി എന്ന് പറയുന്നത് ഇതും സുന്നികൾക്കും അല്ലെങ്കിൽ സുന്നി പക്ഷത്തിന് പൊതുവെ പൂർണ്ണ സമ്മതനായിട്ടുള്ള ഒരാളാണ് കൂടിയാണ്. ആ ഒരു ബേസിൽ നോക്കുമ്പോൾ സമദാനിക്ക് സുഖമായുള്ളൊരു വിജയം അവിടെ പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. ഈ ഹംസ അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഹംസ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളാണ്. മുസ്ലിം ലീഗുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പുറത്തു പോവുകയും അതുമൂലം LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പൊന്നാനിയിൽ വരികയും അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യം വെച്ചിട്ട് മലയാളി പോലും അല്ലാത്ത ഒരു ബനാത്ത് വാലയെ വിജയിപ്പിച്ച ഒരു പാർട്ടി കേരളത്തിൽ എല്ലാവരുടെ വോട്ട് ബേസും അവിടെ ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും EK സമസ്ത വിഭാഗത്തിൻ്റെ പൂർണ്ണമായും കിട്ടും.
രണ്ടാമത് പ്രത്യേക സാഹചര്യത്തെ ഇപ്പോഴത്തുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് AP സമസ്തക്കാരുടെയും കിട്ടും. എനിക്ക് തോന്നുന്നു മുസ്ലിം സമുദായത്തിലെ ഇപ്പോൾ വെൽഫെയർ പാർട്ടി പോലുള്ളതൊന്നും ഇപ്പോൾ ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരുടെ വോട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. PDP പോലുള്ള അവരുടേതും വരാനുണ്ട്. കാരണം ഇതൊരു നിയമസഭ ഇലക്ഷന് അല്ല. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഒരു CPM കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു കേഡർ പാർട്ടി, ഇത്രയധികം സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടി എന്നൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ എന്തായാലും അവർക്ക് ആ സീറ്റ് ഷുവറായിട്ടുള്ളൊരു സീറ്റാണ്. പിന്നെ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ബനാത്ത് വലൈ സൈഡ് സാഹിബിനെയൊക്കെ പുറത്തുനിന്നൊരു സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് വിജയിപ്പിക്കാവുന്ന ഒരു പാർട്ടിക്ക്, AK ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ വിജയിപ്പിക്കാവുന്ന ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും അന്നത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അതിലേക്ക് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്. ഇദ്ദേഹം നിങ്ങളേത് മണ്ഡലം? കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരാണ് അവിടെ വിജയിക്കുക എന്നതിനെക്കുറിച്ചാണ്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരാണ് അവിടെ മത്സരം കാഴ്ചവെച്ച് വിജയിക്കുക എന്നതാണ് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം. അത് സുധാകരൻ വിജയിക്കും. സുധാകരനെ വിജയിക്കാൻ അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുപ്രവർത്തന രീതികളൊക്കെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? അത് ആദ്യം മുതലേ എന്ന് വെച്ചാൽ നല്ലൊരു സുധാകരൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയുമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സുധാകരൻ തന്നെയാണ് ഈ പ്രാവശ്യം അവിടെ ജയിക്കാൻ സാധ്യത. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സുധാകരനാണ് അവിടെ വിജയിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള പ്രവാസ ലോകത്തുള്ള മറ്റുള്ള ധാരാളം സുഹൃത്തുക്കളോട് അവരുടെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മോട് കൂടെ കാസർഗോഡ് മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോട് കൂടെ ഉണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ ആർക്കാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ആരാണ് കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കാമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. ആരാണ് കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കുക? ഉണ്ണിത്താൻ തന്നെ വിജയിക്കും. ഉണ്ണിത്താൻ തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹം. നിലവിൽ ഉണ്ണിത്താൻ MP ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസനം എത്രത്തോളം കാസർഗോഡ് മണ്ഡലത്തിലുണ്ട് എന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതുപോലെ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി NP ബാലകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ BJPക്കും വ്യക്തമായ രീതിയിലുള്ളൊരു മുന്നേറ്റം അവരും നടത്താറുണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് അത് എങ്ങോട്ട് പോകുന്നു എന്നതൊക്കെ കാസർഗോഡ് മണ്ഡലത്തിൽ വലിയൊരു പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണിത്താൻ്റെ വിജയം എത്രത്തോളം CPMനേറ്റ് മത്സരിച്ച് വിജയിക്കാൻ സാധിക്കും എന്നാണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ? BJP ഏതായാലും 3-ാം സ്ഥാനത്തേ വരൂ. മത്സരയുടെ CPMും കോൺഗ്രസും തമ്മിലാണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അട്ടിമറി പോലെ ഈ പ്രാവശ്യം ഈ ഉണ്ണിത്താനെ വിജയിക്കാൻ സാധ്യത. BJPക്ക് ബദലായി ഇപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസിനെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഉണ്ണിത്താനെ വിജയിപ്പിക്കും നാട്ടുകാർ. ഉണ്ണിത്താൻ്റെ വികസനം എത്രത്തോളം കാസർഗോഡ് മണ്ഡലത്തിലുണ്ട്? താങ്കളുടെ ഒരു ചെറിയൊരു എത്തിനോട്ടത്തിൽ താങ്കൾക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്നൊരു വികസനം എന്താണ് ഉണ്ണിത്താൻ്റെത് എന്ന് പറയാൻ? ഈ കേന്ദ്രത്തിൽ BJP വന്ന ശേഷം പൊതുവെ കേരളത്തിൽ മൊത്തത്തിൽ വികസനം കുറവാണ്. അതിന് ഈ MP മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ലല്ലോ. BJPയുടെ ഇതുകൊണ്ടാണ് BJP ഫണ്ട് അനുവദിക്കുന്നില്ല. എന്നാലും പൊതുവെ എല്ലാ മണ്ഡലത്തിലുള്ള പോലെ തന്നെ കാസർഗോഡ് വികസനം കാണാനുണ്ട്. NP ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിടുക എന്ന് പറഞ്ഞാൽ CPMനും മുൻകാലങ്ങളിൽ കരുണാകരൻ അവിടുന്ന് വിജയിച്ച് കയറിയൊരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. അപ്പോൾ CPMനും വ്യക്തമായ രീതിയിൽ അവിടെ ഒരു വിജയസാധ്യത കാണുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? മത്സരം കടുപ്പമേറിയതാണ്. എന്നാലും നാട്ടുകാർ ഉണ്ണിത്താനെ വിജയിപ്പിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ണിത്താൻ വിജയിക്കും എന്ന് തന്നെയാണോ? അതെ, ഉണ്ണിത്താൻ വിജയിക്കുന്നതിനാണ് എൻ്റെ പ്രതീക്ഷ. CPMനും സാധ്യതയില്ലായികയില്ല. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ ഉണ്ണിത്താൻ UDFൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ, ഉണ്ണിത്താൻ വിജയിക്കുന്നതന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. പൊന്നാനി മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ പൊന്നാനി എക്കാലത്തും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. ആരാണ് പൊന്നാനിയിൽ വിജയിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഹംസ ജയിക്കാനാണ് ചാൻസ്. ഹംസ ജയിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞ് അത് SKSF EK വിഭാഗത്തിൻ്റെ പിന്തുണ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിനാണെന്നുള്ള
ഒരു കിംവദന്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇവിടെ പൊന്നാനി മണ്ഡലത്തിൽ ഹംസക്ക് അത് വോട്ടായി മാറുമോ, സമദാനിക്ക് ആ വോട്ട് കിട്ടൂല എന്നാണോ താങ്കൾ പറയുന്നത്? രണ്ട് സംഘടനകളും പിന്നെ ഹംസക്ക് വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷ. രണ്ട് സംഘടനകളെന്ന് പറഞ്ഞാൽ AP വിഭാഗവും EK വിഭാഗവും. AP വിഭാഗത്തിൻ്റെ വോട്ടും അതുപോലെ തന്നെ EK വിഭാഗം സുന്നികളുടെ വോട്ടും പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായ ഹംസക്ക് ലഭിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം. അവിടെ ഹംസ വിജയിക്കും എന്ന് തന്നെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതെ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ ഹംസക്കാണ് വിജയ സാധ്യത. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പൊന്നാനി മണ്ഡലത്തിൽ ഹംസ വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. സമദാനിക്ക് എത്രത്തോളം അവിടെ ഒരു പരമ്പരാഗതമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് അവിടെ ഇപ്പോൾ സെയ്ദ് സാഹിബൊക്കെ പൊന്നാനി മണ്ഡലത്തിൽ വരാതെ അവിടുന്ന് വിജയിച്ചു പോയ ഒരു വ്യക്തിയാണ്. അതായത് 2 ലക്ഷം വോട്ടിനൊക്കെ വിജയിച്ച് കയറിയ സ്ഥാനാർത്ഥികളുണ്ട് മുസ്ലിം ലീഗിൻ്റെ. അപ്പോൾ പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് അത് എത്രത്തോളം അത് മേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും മുസ്ലിം ലീഗിൻ്റെ ആ ഒരു വോട്ടിനെ എന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ആ ചരിത്രമൊക്കെ മാറി തുടങ്ങിയില്ല. ഹംസ അല്ല നമ്മളെ അദ്രാമ മത്സരിച്ചപ്പോൾ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ആ 2 ലക്ഷമൊക്കെ മറിഞ്ഞ് ഇപ്പോൾ 25,000-ൽ നിൽക്കുന്ന സമയമാണ്. മിക്കവാറും സമദാനി തോൽക്കുന്നതിനാണ് എൻ്റെ വിശ്വാസം. പരമ്പരാഗതമായിട്ട് EK വിഭാഗത്തിൻ്റെ വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് ലഭിക്കാറ്. ഇപ്രാവശ്യം അത് കുറച്ച് ഒരു സമസ്തയുമായിട്ട് ലീഗുണ്ടായ ഒരു അസ്വാരസ്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആ വോട്ട് ഇടതുപക്ഷത്തേക്ക് മാറി മറയുന്നത് തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രവാസ ലോകത്തേക്ക് ഇന്നാണ് നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നാട്ടിലെ ആ ഒരു പൾസ്, ഇലക്ഷൻ പ്രചരണ ചൂടിൻ്റെ ഒരു പൾസ് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് അറിയാം എന്നുള്ള കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ. അപ്പോൾ സമദാനിക്ക് അവിടെ EK വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കൂല എന്നാണോ താങ്കൾ കണക്ക് കൂട്ടുന്നത്? ഇപ്രാവശ്യം ഒരു അട്ടിമറി ഷുവറാണ്. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ ഹംസ തന്നെ വിജയിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം. അതെ, ഹംസ തന്നെ വിജയിക്കും. അപ്പോൾ സമദാനിൻ്റെ ഒരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെ അത് ലീഗിലുള്ള ഈ ചേരിപ്പോരും പിന്നെ സംഘടനയുമായിട്ടുള്ള പിന്നെ ഇപ്പോഴുള്ള ഫൈറ്റിംഗ് എല്ലാം നോക്കുമ്പോൾ ശരിക്കും അവരുടെ വോട്ട് LDFന് കിട്ടാനാണ് ചാൻസ്. ഏത് മണ്ഡലമാണ്? ഞങ്ങൾ കൊടുങ്ങല്ലൂർ മണ്ഡലമാണോ? കൊടുങ്ങല്ലൂർ മണ്ഡലം. ഞങ്ങൾ കൊടുങ്ങല്ലൂരിൻ്റെ ഇരിഞ്ഞാലക്കുടയിൽ സെൻറ്ററിലാണ് ഞങ്ങളുടെ വീട്. ആയിട്ടാണ് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. അവിടെ പ്രതാപം നിന്നാലും മുരളി നിന്നാലും അവർക്ക് തുല്യമായ വോട്ട് കിട്ടും. രണ്ടും നല്ല കോൺഗ്രസിൻ്റെ നമ്പർ 1 ആൾക്കാരാണ്. എല്ലാവർക്കും നല്ല കാഴ്ചകൾ വെച്ചിട്ടുള്ളൊരു മനുഷ്യന്മാരാണ് പ്രതാപൻ, മുരളി. ജയിച്ചായിരിക്കും. സുരേഷ് ഗോപി വിജയിക്കാനുള്ള വിജയ സാധ്യതകളുണ്ട് എന്നാണല്ലോ അവിടെ നിന്നുള്ള സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി അത് അവർ പറയുന്ന പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ എത്രത്തോളമാണ്? അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ CPIൻ്റെ സ്ഥാനാർത്ഥി മുൻ വന്നപ്പോൾ എത്രത്തോളമാണ് അവിടുത്തെ ഒരു വിജയസാധ്യത ഉള്ളത് UDFന്? വിജയസാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ സുനിൽ കുമാറിനും നല്ല ഒരു പങ്ക് ഉണ്ട്. ഇപ്പോഴത്തെ ഭരണം സംബന്ധിച്ച് നോക്കുമ്പോൾ അവരടക്കം ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ മുരളീധരൻ വിജയിക്കും എന്നാണ്? തീർച്ചയായിട്ടും വിജയിക്കും. പത്മജയുടെ ഒരു കാലുമാറ്റമൊന്നും ഇതിൽ പ്രതിഫലിക്കൂല? പത്മജ എന്ന് പറഞ്ഞാൽ അത് കാല് മാറിപ്പോയി. ഇനി അത് രക്ഷയില്ല, അതിന് ഊരാൻ പറ്റില്ല. ഇനി ഊരാ PC ജോർജിൻ്റെ പരിയാവും, എല്ലായിടത്തും നടക്കേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മുരളീധരൻ വിജയിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. കാരണം മുരളീധരനെ നമുക്ക് ഏത് നേരത്തും കണ്ടാൽ ചിരിക്കാനും പിടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അഭിനയമായിട്ട് നടക്കുന്ന ആളല്ല, രാഷ്ട്രീയക്കാരനായിട്ട് നടക്കുന്ന ആളാണ്. സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അവർ അവർ കലാകാരന്മാരായിട്ട് നടക്കേണ്ട ആൾക്കാരാണ്. രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടൊന്നും നടന്മാർ നല്ല നല്ല മനുഷ്യനാണ്. അവർക്ക് നടനായിട്ട് അഭിനയിച്ച ആ ഒരു ഇതിപ്പോൾ എല്ലാം പോയി, ഇടിഞ്ഞു പോയി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറിയതിനു ശേഷം. CPIൻ്റെ സ്ഥാനാർത്ഥിയാണ് LDFൻ്റെ. അപ്പോൾ അദ്ദേഹം ഒരു ജനസ്വീകാര്യതനല്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസും അവിടെ BJP ചിത്രത്തിലില്ല. BJP ഒട്ടും കിട്ടില്ല.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടുന്ന് കെ മുരളീധരൻ വിജയിക്കുമെന്നാണ്. അതെ ശരി, മുരളീധരൻ തന്നെ ഇരിക്കുള്ളൂ അവിടെ. ഇന്നലത്തെ സംഭവം കണ്ടല്ല എല്ലാവരും, ഇപ്പോൾ എല്ലാവരും ലോകത്തിരിക്കുന്നവരൊക്കെ കണ്ടാൽ ഇന്നലത്തെ തൃശ്ശൂർ നടന്ന സംഭവം. എന്താ അവിടെ പരിപാടി? അത്ര ഒരു ഇത് അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നത്തെ ഈ അവസ്ഥ അനുസരിച്ചിട്ട് ആൾക്കാർ കോൺഗ്രസിന് കൊടുക്കണം. ഈ വിലക്കയറ്റവും എല്ലാത്തിനും ഇവരിപ്പോൾ ജയിച്ചു കൊടുത്തൊക്കെ ഓഫർ കൊടുത്തൊക്കെ അതേമാതിരി ഓഫർ ഈ അവർ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിലും അവർ ഭരിച്ചുകൊണ്ടിരിക്കണേ അതിലും കൂടുതൽ കൊടുക്കും. ഇപ്പം എന്നിട്ട് അവർ അവിടെ പ്രഖ്യാപിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കിട്ടി കൊടുത്തു ആര് രാഹുൽ. അപ്പോൾ അതൊക്കെ ആൾക്കാർ കണക്കിലെടുക്കണം. കാരണം ജീവിക്കാൻ മാർഗമില്ലാണ്ടായി പോയി. ജോലി ചെയ്തിട്ട് ശമ്പളമില്ല, പിന്നെ ജോലി ഇല്ല, എങ്ങനെയാണ് ജീവിച്ചു പോകണം? നമ്മൾ ഈ ഗൾഫിൽ നിൽക്കുമ്പോൾ നമുക്കിതൊന്നും അറിയണില്ല. അവിടെ കിടന്ന ഞങ്ങൾക്ക് ജോലി ഇല്ലാണ്ട് റോട്ടിൽ അലഞ്ഞ് നടക്കണ കാഴ്ചനെ കാണുന്നത്. പിന്നെയാണെങ്കിൽ പുറം രാജ്യത്തു നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി എല്ലാ ജോലിയും പോയി പൈസ കുറവായിരുന്നു, അവർക്കും ജോലി ഇല്ലാണ്ടൊരു പോരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അവിടുന്ന് കെ മുരളീധരൻ വിജയിക്കുമെന്നാണ്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ സുഹൃത്തുക്കൾക്കും രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയം ചൂടേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ച എത്രത്തോളം ഇവിടെ പ്രവാസ ലോകത്ത് ഫലം കാണുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു സുഹൃത്തിനോട് ഇവിടെ കിച്ചണിലെത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ആരായാം. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വിഷയങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് അവിടെ വിജയിക്കുക? ജയരാജൻ തന്നെയായിരിക്കും, നമ്മുടെ സഖാവ് ജയരാജൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ താങ്കൾ പറയുന്നത് ജയരാജൻ വിജയിക്കുന്ന. അപ്പോൾ സുധാകരനാണ് ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത്, KPCC പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയല്ല ഇവിടുന്ന് വിജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അത് ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒത്തൊരു യോജിപ്പില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അപ്പോൾ സുധാകരൻ അവിടുന്ന് വിജയിക്കും എന്നതുകൊണ്ട് മാത്രമാണല്ലോ അദ്ദേഹം വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം അതിൻ്റെ ഒരു വിജയസാധ്യത ഉണ്ട്? നമ്മളെ സഖാവിന് തന്നെയായിരിക്കും 100% വിജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഇടതുപക്ഷം വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ചൂടിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസ ലോകത്തു നിന്നും വടകര മണ്ഡലത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വടകര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. CPM-ഉം ഇഞ്ചോടിഞ്ച് കോൺഗ്രസിനോടുള്ള ഒരു പോരാട്ടത്തിലാണ്. അവിടെ മുൻപ് ഉണ്ടായിരുന്ന MP മുരളി അദ്ദേഹം തൃശ്ശൂരിലേക്ക് മാറി. ഇപ്പോൾ വന്നിട്ടുള്ളത് ഷാഫിയാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രവാസ ലോകത്തു നിന്നും വടകര മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്തിനോട് നമുക്ക് അവിടുത്തെ ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചോദിച്ചറിയാം. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വടകര നിയോജകമണ്ഡലം എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരമ്പരാഗത മണ്ണായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രം കോൺഗ്രസ്സിന് കിട്ടി എന്നതൊഴിച്ചാൽ ഒരുപാട് സമര ചരിത്രങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രം പേറുന്ന മണ്ണാണ് വടകര. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും വടകരയിൽ കേരളത്തിലെ അറിയപ്പെട്ട മുൻ മന്ത്രി എന്നുള്ള നിലയിലും അല്ലാതെ തൻ്റേതായ ഇടപെടൽ കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി ശൈലജ ടീച്ചർ, KK ശൈലജ ടീച്ചർ MLA ആണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അതേപോലെ എതിരാളി കോൺഗ്രസ്സിലെ ഷാഫി പറമ്പിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ A ക്ലാസ് മണ്ഡലം എന്ന് പറയുകയും വലിയ വിജയപ്രതീക്ഷ വരെ പുലർത്തിയിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ശ്രീധരൻ എന്ന മെട്രോമാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ഒരു MLA എന്നുള്ളക്ക് ഷാഫി പറമ്പിലും തീർച്ചയായും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു നല്ല പോരാട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെയുള്ള നിലവിലെ MP മുരളീധരൻ അവസാന നിമിഷം തൻ്റെ സഹോദരിയും കോൺഗ്രസിൻ്റെ ലീഡർ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ
BJPയിലേക്ക് പോയതിൻ്റെ ഭാഗമായി വടകര മണ്ണിൽ നിന്ന് മണ്ഡലം മാറി മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ ഈ വരവ് എന്തായാലും വടകരയുടെ ഈ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തു തന്നെ ആയാലും അവസാനം ഇടതുപക്ഷത്തിലേക്ക് എത്തപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. RMPയുടെ ഒരു സ്വാധീനമുള്ളൊരു മണ്ഡലമാണല്ലോ വടകര മണ്ഡലം. അപ്പോൾ ഈ RMP എത്രത്തോളം അവരുടെ ആ ഒരു സ്വാധീനം ഇടതുപക്ഷത്തെ ബാധിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷത്തിൽ നേരത്തെ O ഭരതൻ വിജയിച്ച മണ്ഡലമായാണ് വടകര. പിന്നീടാണ് TP ചന്ദ്രശേഖരൻ്റെ വധത്തോടു കൂടി വടകരയിൽ ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായത്. ഈ RMPയുടെ രൂപീകരണത്തിന് ശേഷവും വടകര ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. നേരത്തെ UDF വിജയിച്ചുകൊണ്ടിരുന്ന കുറ്റ്യാടി മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിച്ചതും UDFൻ്റെ പക്ഷത്തുണ്ടായിരുന്ന കൊയിലാണ്ടി മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതും ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വടകര നിയമസഭാ മണ്ഡലം ഒഴികെ മറ്റെല്ലാ മണ്ഡലവും ഇടതുപക്ഷത്തോട് ഒപ്പം തന്നെയാണ് ഒട്ടി നിൽക്കുന്നത്. RMPക്ക് ചെറിയ സ്വാധീനം മാത്രമേ ഈ മണ്ഡലത്തിലുള്ളൂ. അത് കേവലം വടകര മണ്ഡലത്തിലെ 1-2 പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഈ സ്ഥാനാർത്ഥിയുടെ ശൈലജ ടീച്ചറുടെ വരവോടുകൂടി RMP ഉയർത്തുന്ന ആ പ്രശ്നം ഓവർകം ചെയ്യുമെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊല്ലം മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൊല്ലം മണ്ഡലത്തിൽ ആരാണ് വിജയിക്കുക? മുകേഷ്, അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ നിലവിലുള്ള MP NK പ്രേമചന്ദ്രനും നിലവിലുള്ള MLA മുകേഷും തമ്മിലാണ് അവിടെ മത്സരം. ആര് വിജയിക്കും എന്നതാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? പ്രേമചന്ദ്രൻ വിജയിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. പ്രേമചന്ദ്രൻ വിജയിക്കാനുള്ളൊരു സാഹചര്യം, കാരണം കഴിഞ്ഞ പ്രാവശ്യം അയാൾ MP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വികസന വിലയിരുത്തൽ കൊണ്ടാണോ അദ്ദേഹം വിജയിക്കുക എന്ന് പറയുന്നത്? ഉറപ്പായിട്ടും. താങ്കളുടെ കാഴ്ചപ്പാടിൽ NK പ്രേമചന്ദ്രൻ വിജയിക്കും? പ്രേമചന്ദ്രൻ വിജയിക്കും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ NK പ്രേമചന്ദ്രൻ വിജയിക്കും കൊല്ലം മണ്ഡലത്തിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. വടകര മണ്ഡലത്തിൽ നിന്നുള്ളൊരു സുഹൃത്തുണ്ട്. വീണ്ടും പ്രവാസ ലോകത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് വടകര മണ്ഡലക്കാരാണ്, കണ്ണൂർ മണ്ഡലക്കാരാണ് കൂടുതലെന്ന് തോന്നുന്നു. അപ്പോൾ വടകര മണ്ഡലത്തിൽ നിന്നുള്ളൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ നമുക്ക് അറിയാം. ആര് ജയിക്കും വടകര മണ്ഡലത്തിൽ? താങ്കളുടെ ഒരു വിലയിരുത്തൽ? വടകര മണ്ഡലത്തിൽ മുരളീധരനാണ് കൂടുതൽ മുൻതൂക്കം. വടകര മണ്ഡലത്തിൽ മുരളീധരൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വടകര മണ്ഡലത്തിൽ ഷാഫിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഷാഫിയാണ് വിജയിക്കുക. അതുപോലെ തന്നെ ശൈലജ ടീച്ചറും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. BJPക്കും വ്യക്തമായ രീതിയിലുള്ള ഒരു മത്സരം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് വിജയിക്കും എന്നതാണ്? ഷാഫി പറമ്പിൽ, മിക്കവാറും ഷാഫി പറമ്പിലാണ് കൂടുതൽ മുൻതൂക്കമുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. എത്ര വോട്ടിന് വിജയിക്കും എന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? അത് പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് ഷാഫി പറമ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കോഴിക്കോട് മണ്ഡലത്തിൽ കേരളത്തിൽ വാശിയേറിയ മത്സരം നടക്കുന്ന പാർലമെൻറ്റ് ഒരു മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. സിറ്റിംഗ് MP രാഘവനും അതുപോലെ തന്നെ CPM ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീമുമാണ് മത്സരിക്കുന്നത്. ഒരുപക്ഷെ പ്രവാസികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പ്രവാസികൾ ഉപയോഗിക്കുന്ന എയർപോർട്ടുകളിൽ ഒന്നായ കരിപ്പൂർ എയർപോർട്ട്, അതിൻ്റെ ചുമതല, അതിൻ്റെ ഒരു ഭാഗവാക്കാണ് കോഴിക്കോട് MP. അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയിൽ പെടുന്നതാണ്. മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ എയർപോർട്ടെങ്കിലും കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MPൻ്റെ കീഴിലാണ് ആ ഒരു എയർപോർട്ട് വരുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് പ്രവാസികൾ കോഴിക്കോട് എയർപോർട്ടിൻ്റെ പല കാര്യങ്ങളിലും പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് നമുക്ക് ഇതോട് ചോദിച്ചറിയാം. കോഴിക്കോട് മണ്ഡലത്തിൻ്റേതായിട്ടുള്ളൊരു വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ MP എന്നുള്ള നിലക്ക് ഒരു വികസനവും കോഴിക്കോട് പാർലമെൻ്ററി മണ്ഡലത്തിൽ എത്തിക്കാൻ നിലവിലുള്ള MPക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ച് MP ആവണം എന്നുള്ളതാണ് കോഴിക്കോട്ടുകാരുടെ മൊത്തത്തിലുള്ളൊരു വികാരം. പ്രത്യേകിച്ച് ഈ ഒരു CA NRC വിഷയങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ
മുൻപ് പാർലമെൻറ്റിൽ 2019 ഇലക്ഷന് ശേഷമാണ് പാർലമെൻറ്റിൽ ആ ഒരു ബില്ല് അവതരിപ്പിച്ചത് BJP സർക്കാർ. അതിനൊരു മൗനാനുവാദത്തോടു കൂടിയിട്ടൊരു സമ്മതമാണ് കോൺഗ്രസ് MP എന്നുള്ള നിലക്ക് കേരളത്തിൽ നിന്ന് പോയ 19 MP നൽകിയിട്ടുള്ളത്. കാരണം 3 തവണ UDF നിലനിർത്തിയ ഒരു സീറ്റാണെങ്കിൽ കൂടിയും MP എന്നുള്ള നിലയ്ക്ക് MK രാഘവൻ ഒരു ദയനീയ പരാജയം ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ CA NRC വിഷയങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ളൊരു ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയങ്ങളിലൊക്കെ ഒരു ഇടതുപക്ഷ MP എന്നുള്ള നിലക്ക് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ജനതാദൾ യുവ നേതാവ് പ്രജീഷ് ഉണ്ട്. പ്രജീഷ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച്, അദ്ദേഹം വരുന്ന ഇലക്ഷനെക്കുറിച്ച്. ആദ്യമായി തന്നെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമാണ് പ്രസക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യന്തം പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യനെന്ന രീതിയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമെന്നും അത് മാറിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അനുകൂലമാവുമെന്നുമാണ്. താങ്കളുടെ വീക്ഷണത്തിൽ എത്ര സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്? ഞാനൊരു 14 മുതൽ 16 വരെ എന്നുള്ളതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇത്തരത്തിലുള്ള റേഡിയോകളായിരുന്നു രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ നമ്മൾ കാതോർത്തിരുന്നത്. ഓരോ മേഖലകളിലെയും വ്യത്യസ്തരായ ആളുകളുടെ അഭിപ്രായങ്ങളാണത്. അത് ഇന്ന് പ്രവാസ ലോകത്തുനിന്ന് നമുക്ക് അവരുടേതായ അഭിപ്രായങ്ങളും അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.